മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മനോഹരമായ ചരിത്രമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം മനോഹരമാണ്. കരഞ്ഞു പോകും. സാധാരണ ആളല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, സാധാരണ ആളല്ല. ഖബറിനോട് സംസാരിച്ച മനുഷ്യനാ. ഖബർ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി മരണമടുത്തെന്ന്. തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയാവുകയാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ കുളിച്ച് റെഡിയായി കഫം തുണിയുമായി പടച്ചവനെ മരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു റൂമിന്റെ അകത്ത് വന്നു. അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു, ഫാത്തിമ ഇങ്ങടുത്തേക്ക് വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാണ്, വാ ഫാത്തിമ. ഫാത്തിമ യഥാ അടുത്ത് ചെന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോകുകയാണ് ഫാത്തിമ, എന്റെ മരണമടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കുകയാണ്, വസിയത്തുകൾ ചെയ്യുകയാണ്, യാത്ര പറയുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ ഫാത്തിമ നിന്ന് കരയുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരം നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. മിണ്ടാതെ നിന്ന് കരഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഈ റൂമിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങു ഫാത്തിമ, ഈ റൂമിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങ്, എന്നിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്തിനാ നിങ്ങൾ എന്നെ പുറത്തു പോകാൻ പറയുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ട സമയമാണ്. എന്തിനാണ് പുറത്തു പോകാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്റെ അതിഥികൾ വരുന്നു, എന്റെ കൂട്ടുകാര് വരുന്നു. നീ വെളിയിലിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ, ഒന്ന് പുറത്തു പോ ഫാത്തിമ. ഭർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ട് മനസ്സില്ല മനസ്സോടെ വെളിയിലിറങ്ങുകയാണ്. ഫാത്തിമ വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ല പെങ്ങള്. കാരണം തന്റെ ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് വാതിലടച്ചു പുറത്തിറങ്ങാൻ പറഞ്ഞത്. അതാ സമാധാനമില്ല. ചിന്തിക്കുന്ന പടച്ചവനെ ആരാ? അല്ലാഹ്. എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ? അല്ലാഹ്. എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരാരാ? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഖാബിദുൽ അർവാഹിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്. കാരണം തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. അസ്റായിൽ വന്നിരിക്കുന്നു. അസ്റായിലിനോട് സലാം പറഞ്ഞിരിക്കുന്നു. ഭർത്താവ് മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. മലക്കുകളാണ് വരുന്നതെന്ന് മനസ്സിലായി. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എങ്ങനാണ് റബ്ബേ
തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണല്ലാ അവിടെ നോക്കുകയാ. ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ഖുർആൻ ഓതുന്നു പെങ്ങളെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടന്ന് പാരായണം ചെയ്യുകയാണ്. നിസ്കാരം കഴിഞ്ഞല്ല, അസ്റായിൽ റൂഹ് പിടിക്കാൻ വന്നപ്പോ ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ. സാധാരണ ആയത്തല്ല, സാധാരണ ആയത്തല്ല. ഏതായത്താ പാരായണം ചെയ്യുന്നതെന്നറിയുവോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്യുന്ന ആയത്താണ് തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. പടച്ചവനെ ആ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ഏ ഫാത്തിമ, ഏ ഫാത്തിമ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. ഏ ഫാത്തിമ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു മരണം കൊടുക്കുന്നത്. ഫാത്തിമയോട് പറയുകയാണ്, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയുകയാ. അനക്കമില്ല, പിന്നെ റൂമിന്റെ അകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്. ഭർത്താവിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയുമോ? ഫാത്തിമ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധമാണ്. ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയുമോ? എന്തൊരു പുഞ്ചിരി എന്നറിയുമോ? തന്റെ പ്രിയതമൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാട് മുഴുവനും അറിയുകയാണ്, നാട് മുഴുവനും അറിയുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അവസാനമായൊന്ന് കാണാൻ എല്ലാവരും കടന്നു വരികയാണ്. കണ്ടവർ പറയുന്നു, എന്തു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. പടച്ചവനെ അവസാനം അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, അവിടെ മയ്യത്ത് കുളിപ്പിച്ചു. അതാ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. അവസാനം കബറടക്കുകയാണ്. ആ ജനാസ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ്. എന്നിട്ട് പടച്ചവനെ കബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല. മയ്യത്ത് കബറടക്കാമെന്നാരും പോകുന്നില്ലടോ. എല്ലാവരും കൂടുകയാണ്, എല്ലാവരും ഒരുമിക്കുകയാണ്. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എല്ലാവരും പറയുന്നു, എന്തു മരണമല്ലാ. ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. എല്ലാവരും പറയുന്നു, എന്ത് സുഗന്ധമാ പടച്ചവരെ, എന്ത് സുഗന്ധമാ പടച്ചവരെ. അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ച് കഴിയുമ്പോ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു, എല്ലാവരും കൂടെ അറിയണമല്ലോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ച് അറിയണമല്ലോ. വീട്ടിലേക്ക് പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമ,
സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ, നീ ഇരിക്കുകയാണെന്നറിയാ. ഫാത്തിമ, സങ്കടപ്പെടുത്താൻ വന്നതല്ല, വേദനിപ്പിക്കാൻ വന്നതല്ല. ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് ഞങ്ങൾ മുഴുവനും ഈ വീടിന്റെ മുറ്റത്ത് വന്നത്? എന്തിനെന്നറിയുമോ ഫാത്തിമ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ. ഒരേ ഒരു കാര്യം ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനൂതി ശഹാദത്ത് കലിമ പറഞ്ഞു. അല്ലാഹുവേ, എന്തൊരു പ്രകാശമായിരുന്നു ഫാത്തിമ! നിന്റെ ഈ കാട മുഖത്തെന്ത് പ്രകാശമായിരുന്നു ഫാത്തിമ! മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും നിസ്കരിച്ചവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു നിന്റെ ഈ കാര് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കും ഫാത്തിമ, ഞങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് പറ ഫാത്തിമ, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? നിന്റെ ഇക്കാരെ കുറിച്ച് നിനക്ക് എന്തേ പറയാറുള്ളത്? മരിച്ചുപോയ ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിക്കുകയാണ് നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, അങ്ങനെയൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഏക കാരണം എന്തെന്നറിയോ? എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദന, ആ മഹ്ദി പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാനൊരു മനുഷ്യരെയും കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച വേറെ ഒരാള്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഇക്കാൻ അല്ലാഹനെ പേടിയാ, എന്റെ ഇക്കായിക്ക് പടച്ചവനെ അത്രയും പേടിയാ. മഹ്ദി തന്നെ പറയുകയാ, ഞങ്ങൾ ഒരിക്കൽ സംസാരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, ربما يذكر الله في الليل يذكر الله ثم يبكي حتى يصبح. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു അല്ലാ, എന്റെ ഭർത്താവിന്റെ കൈകാല് വിറയ്ക്കുകയാണ്, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാണ്. മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, മീസാൻ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്നു പറഞ്ഞപ്പോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്
وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസി ആരെന്നറിയുമോ? അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ കൈകാല് വിറയ്ക്കുമടോ, അവന്റെ ഹൃദയം കിടുങ്ങുമടോ, അവന്റെ കണ്ണ് നിറയുമടോ. ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും ഓർമ്മ വരികയാണ്. അവന് പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് തവക്കൽ ചെയ്ത് അവന് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനാസ ഖബറടക്കി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ ബീവിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവായ നിബിതങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? മഹദി പറഞ്ഞ മറുപടി, കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മരണപ്പെട്ടതിന് ശേഷം നിന്നെക്കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരല്ല, നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? പുറക്കെ പറഞ്ഞ ആര് പറയണം? പറയോ? ഓളി ലോകത്തുള്ള ആരെക്കുറിച്ച് വേണമെങ്കിലും പറയും, നിന്നെക്കുറിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം നിന്റെ എല്ലാ കോണവും അവർക്കറിയാം, നമ്മുടെ എല്ലാ സ്വഭാവവും ആമിനായ്ക്ക് അറിയാം. നിന്നെ അവളിങ്ങനെ നടക്കുന്നതാ, നിന്റെ എല്ലാ തരികടയും ഭാര്യയ്ക്കറിയാം. ഇന്ന് രാത്രി വഴുത് കഴിഞ്ഞിട്ട് ചുമ്മാതെ കിടക്കുമ്പോ ആമിനായോട് ചോദിക്കണം, ഈ സിറാജ് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ മരിച്ചാ നീ എന്ത് പറയൂന്ന് ചോദിച്ചു നോക്ക്. ഒരു ടെസ്റ്റ് അടിച്ചു നോക്ക്. ഇന്ന് രാത്രി ചുമ്മാതെ കിടക്കുമ്പോ ഭാര്യയോട് ചോദിക്കണം, ഞാൻ മരിച്ചു പോയാ നീ നാളെ അള്ളാഹുടെ മുമ്പിൽ വരുമ്പോ എന്നെ കുറിച്ച് ചോദിച്ച എന്തോ പറയും? ഓള് ചിരിക്കുന്നുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്. അല്ലാതെ നാട്ടുകാര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് അവരവരുടെ നേട്ടം മതി, വേണമെങ്കിൽ നിന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയും. ഭാര്യ പറയണം. ചില ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ വീട്ടിൽ പോകുമ്പോ ഭാര്യയോട് ചോദിക്കും, കേട്ടോടി വയത് കേട്ടോ, ഉസ്താദ് പറഞ്ഞത് കേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം, എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്നാ അതുവരെ നീ തുടച്ചെടുക്കണോന്നാ ഉസ്താദ് പറഞ്ഞത് കേട്ടോ. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു. എനിക്ക് അത്രയ്ക്കും പവറാട്ടോ. ആരാ പറയണേ? കഞ്ചാവ് അടിച്ച് നടക്കുന്നവൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവനാ അവളെ ഉപദേശിക്കുന്നേ. നീ പോകണമെങ്കിൽ ആദ്യം അവള് തീരുമാനിക്കണം. നിന്റെ കാര്യം നീ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. നാട്ടുകാര് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യ പറയണം, കൂടെ കിടക്കുന്നവൾ പറയണം. അവൾക്കല്ലേ അറിയത്തുള്ളൂ നിന്റെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരെ, അതാ പെണ്ണുങ്ങൾ പറയൂ, താത്തമാരെ എടുക്കാനെ കുറിച്ച് എടുക്കാന്നല്ലേ പറയാ. ഭാര്യ ഭർത്താവിനെ എന്താ വിളിക്കണേ? ചീത്ത വിളിക്കാതിരുന്നാ മതി. എന്താ വിളിക്ക? എന്തപ്പോ വിളിക്ക? ഇക്കാന്നാ? ചില പെണ്ണുങ്ങൾ പേര് തന്നെ വിളിക്കൂടോ. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. സിറാജെ അല്ലേ? ഉമ്മാനെ എന്താ വിളിക്കും? വാപ്പാനെ എന്താ നീ വിളിക്കണേ? അബൂബക്കർ വാപ്പാന്നാ? നിന്റെ ഉമ്മാനെ നീ എന്താ വിളി? ഖദീജ ഉമ്മ, ഖദീജ ഉമ്മ. അബൂബക്കർ വാപ്പ, അബൂബക്കർ വാപ്പ എന്നാണ് വിളിക്കുന്നേ. ഒന്നീ നീ വാപ്പാന്ന് വിളി, അല്ലെങ്കിൽ അബൂബക്കർ എന്ന് വിളി. ഒന്നീ നീ ഖദീജ എന്ന് വിളി, അല്ലെങ്കിൽ ഉമ്മാന്ന് വിളി. രണ്ടും കൂടെ വേണ്ട. ഇവിടെ വാപ്പായ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, പ്രായമുള്ളവ കാരണവന്മാർക്കൊരു സ്ഥാനമുണ്ട്. ഓരോരുത്തർക്കും അള്ള കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. നീ ഇങ്ങനെ ഓന്റെ പേര് വിളിക്കുന്നല്ലോ.
അതൊരു ബഹുമാനമാണോടോ? ഉസ്താദെ, പള്ളിയിലെ ഉസ്താദിനെ ഖത്തീബ് ഉസ്താദെ ഉസ്താദെ എന്ന് വിളിക്കണം, അത് ഉസ്താദിന്റെ പേരും കൂടെ ചേർത്ത് വിളിക്കണം. ഉസ്താദിനെ ഉസ്താദ് എന്ന് വിളിക്കണം. എന്റെ പേര് സിറാജ് എന്നാ, എന്റെ മോൻ എന്നെ സിറാജ് വാപ്പ എന്നാ വിളിക്കണ്ട. ഒന്നീ വാപ്പാന്ന് വിളി, അല്ലെങ്കിൽ സിറാജ് എന്ന് വിളി. ഇവിടെ ബഹുമാനിക്കാൻ പഠിക്കും. ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും ബഹുമാനിക്കണം. പേര് വിളിക്കുന്ന ഇത്ര നല്ലതൊന്നുമല്ല. അതെങ്ങനെ? നിന്നെ കണ്ടല്ലേ നിന്റെ മക്കളും വളരുന്നേ. ഗേയിസ് 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 എന്നാ വിളിക്കുക, എല്ലാം ഗേയിസ് എന്നാ വിളിക്കുക. അപ്പൊ കുട്ടികളൊക്കെ ഗേയിസ് ഗേയിസ് എന്നാ വിളിക്കണം. ചെറുപ്പക്കാര് പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിൽ കയറി. ചെറുപ്പക്കാരൊരു സ്റ്റെപ്പ് കൂടെ മുകളിൽ കയറി. ഞാൻ വഴുത് കഴിഞ്ഞ് പോയപ്പോൾ തട്ടുകടയിൽ കയറും, ദോശയൊക്കെ തിന്നാൻ വേണ്ടി തട്ടുകടയിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. പള്ളിയിലെ ഖത്തീബിനെ ഇനി ബ്രോ എന്ന് വിളിക്കണ കാല നമ്മൾ ആലോചിച്ചുകൊണ്ട് ബ്രോ അതങ്ങനെ ആയിപ്പോയി കാലഘട്ടം. ഇവന്മാർ ഇപ്പൊ ഇങ്ങനെ വിളിക്കണമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കുക, പിടികിട്ടണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാര് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറരുത്. ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേര് മാറൂലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പേര് മാറിയില്ലേ കല്യാണം കഴിഞ്ഞപ്പോ? എന്റെ ഭാര്യയുടെ പേര് സുമയ്യ, കല്യാണം കഴിഞ്ഞപ്പോ എന്തായി? സുമയ്യ സിറാജ് എന്നായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാറ്റിയോ? ഭർത്താവിന്റെ പേര് ചേർത്തോ? ഭർത്താവിന്റെ പേര് ചേർത്തോ? സ്നേഹം, മുത്ത് ഇല്ലേ? എന്നാ നിനക്കറിയോ, ഒരാളുടെ പേരിന്റെ കൂടെ ഒരാളുടെ പേരെ ചേർക്കാൻ പാടുള്ളൂ. ആരും അറിയാതെ അപ്പുറത്ത് പോയി വേറെ ഒന്ന് കിട്ടും. എന്നിട്ടൊരു വാടക വീട് എടുത്തു കൊടുത്ത് പറയും, ഇവിടെ നിന്നോ, ഞാൻ അണ്ണാച്ചി വരുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ വരാന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് ദീനിലില്ല. അതറിയോ നിനക്ക്? അങ്ങനെ പെണ്ണ് കെട്ടാ അള്ളാഹ് പറഞ്ഞില്ല. എടാ, നീ പെണ്ണ് കെട്ടിയാൽ 4 ഭാര്യമാരുണ്ടെങ്കിൽ ആ 4 പേരെയും ഒന്നുപോലെ നിനക്ക് നോക്കാൻ പറ്റണം. ഒന്നുപോലെ. അവരെ 4 ആയാലും 3 ആണെങ്കിലും 2 ആണെങ്കിലും ആ 2 ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച നീ ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച അവൻ രക്ഷപ്പെടൂല. ഇനി എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും രക്ഷപ്പെടൂല. നാളെ നാണം കെട്ടു പരലോകത്ത് വരുന്ന വിഭാഗത്തിൽ പെട്ടവനാണ് ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ്. എടാ, 2 എണ്ണം കെട്ടാൻ അന്തസ്സുണ്ടെങ്കിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും അന്തസ് കാണിക്കണം. 2 ഭാര്യമാര് 2ഉം 3ഉം കെട്ടാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്ക്. എന്തിനാ പേടിക്കുന്നേ? ഓളോട് പറ, ഞാൻ ഒന്നുകൂടെ കെട്ടിയെന്ന്. നീ ധൈര്യമായിട്ട് പോയി പറ. ഒളിച്ചും പാത്തും ഇങ്ങനെ നടക്കുന്ന എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ചെലവിന് കൊടുക്ക്. ചിലത് ചെലവിനും കൊടുക്കത്തില്ല. സുബ്ഹാനല്ലാഹ്, കെട്ടി ഇങ്ങനെ നടക്കും. ചെലവിന് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നില്ലേ? പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കാൻ ആഗ്രഹമുണ്ട്. സാധാരണ വഴുതു പറയണ ഉസ്താദ് മൊത്തം പെണ്ണുങ്ങളെ കുറ്റം പറയണത്. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതെന്ന് അവർ സന്തോഷത്തില്ല. അള്ളാഹു അവരുടെ സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എടാ, ഞാൻ പറയുന്നത് ചെലവിന് കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. ഭർത്താവ് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. ദിക്റും പറഞ്ഞു നടക്കണം. നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിവുള്ളവനാ പെണ്ണ് കെട്ടേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരത്തില്ല. എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരത്തില്ല, ആവശ്യമുള്ളതുപോലും തരത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനുവാദമില്ലാതെ പൈസ എടുക്കും നബിയെ. എന്റെ ഭർത്താവിന്റെ പൈസ ചോദിക്കാതെ ഞാൻ എടുക്കും. പാവാണോ നബിയെ? അള്ളാഹു ഇൽമു അടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഭർത്താവിന്റെ പൈസ ചോദിക്കാതെ ഭാര്യ എടുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ എന്നെ നോക്കിയിരിക്കണേ? എടുക്കാൻ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ താത്താമാരെ? വല്ലപ്പോഴും 50 100 പൊക്കൂല്ലേ? എടുക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം മസല. ഹിന്ദ് റളിയല്ലാഹു തആല നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അനുവാദമില്ലാതെ പൈസ എടുക്കാറുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളാൻ. മഹാനായി നബിയുനാ റസൂലുള്ളാഹി. ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിനക്ക് അർഹതപ്പെട്ടത് പോലും തരുന്നില്ല. നിനക്ക് ആവശ്യപ്പെട്ടത് പോലും, നിനക്ക് ഡ്രസ്സ് വാങ്ങാൻ, ഭക്ഷണ സാധനങ്ങൾ, മരുന്ന് വാങ്ങാൻ, ഇങ്ങനെ ഒന്നും തരുന്നില്ല. നിനക്ക് അർഹതപ്പെട്ടത് പോലും തരാതെ വരുമ്പോഴേ ആവശ്യം. എന്നാലും ആവശ്യമുള്ളത് എടുക്കാവൂ. എത്തിക്കാനിലാക്കിക്കരുത്.
ആവശ്യമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ കൊടുക്കണം? നമ്മുടെ ഭാര്യയ്ക്ക് ആവശ്യപ്പെട്ടത് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അവളെ പൊന്നുപോലെ നോക്കേണ്ടവളാ നമ്മൾ. നമ്മുടെ ഭാര്യയെ നമ്മൾ പൊന്നുപോലെ നോക്കണം. ഭാര്യ എന്ന് പറഞ്ഞ ആരെന്നറിയോ? ഹിജറ ചെയ്തു വന്നവളാണ് ഭാര്യ. അതുകൊണ്ട് അവളെ ആദരിക്കണം, അവളെ ബഹുമാനിക്കണം, അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞു, ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയാൻ മടിയെന്തെന്നറിയോ? നിനക്കറിയാഞ്ഞിട്ടാ അവളെ കുറിച്ച്. എടോ, ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു വന്നത്, നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കണം. ഭർത്താവ് ഹാഫിളോ ആലിമോ ഇമാമോ പ്രഭാഷകനോ തങ്ങളോ ആരും ആകട്ടെ, നീ എത്ര വലിയ മഹാനാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കുക തന്നെ വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തെളിവ് പറഞ്ഞു തരട്ടെ. നീ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, നീ സ്വർഗത്തിലാ. പക്ഷെ ഭാര്യ നല്ലവളല്ലെങ്കിൽ ഭയക്കണമെന്ന് പറയാനുള്ള കാരണം 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകനെ പോലെ ദഅവത്ത് നടത്തിയ ആരുമില്ല. 950 കൊല്ലം ദഅവത്ത് നടത്തി. വയസ്സാനക്കാലം കൂടുതലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബിയ 950 കൊല്ലം. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? വിശ്വസിച്ചോ? ഇല്ല. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങി ഇങ്ങനെ താഴാ. നൂഹ് നബി കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നു മോനെ, ഇത് അല്ലാടെ അദാബ, പടച്ച റബ്ബിന്റെ അദാബ. രക്ഷപ്പെടണമെങ്കിൽ ഈ കപ്പലിൽ കയറും മോനെ, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. മോനെ, അള്ളാഹുവിന്റെ അദാബായത്. ഉപ്പച്ചി പറയുന്നത് കേൾക്ക്, എൻ്റെ പൊന്നുമകൻ, ഈ കപ്പലിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടോണം, വാപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. കണ്ണിൻ്റെ മുമ്പിൽ കടന്ന് മുങ്ങി മരിച്ചു. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മോൻ? നൂഹ് നബിയുടെ മോൻ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. പക്ഷെ ഭാര്യയ്ക്ക് വിശ്വാസമില്ലായിരുന്നു, മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ നല്ലവനാ, നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ രാവിലെ ജോലിക്ക് പോകുമ്പോൾ മക്കൾ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ? നിന്റെ ഭാര്യയുടെ കയ്യിൽ. അവൾ നല്ലവളല്ലെങ്കിൽ എന്തോ ചെയ്യും? മൊബൈൽ എടുത്ത് മോളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, എൻ്റെ റീലെടുക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ഭാര്യ മൊബൈൽ എടുത്ത് മോളിലെടുത്ത് കൊടുത്തിട്ട് പറയും, ഉമ്മച്ചിയുടെ റീലെടുക്കാൻ. അങ്ങനെ ഉമ്മച്ചി അങ്ങോട്ട് റീലെടുക്കും. എടുത്തു കഴിയുമ്പോൾ, കൊള്ളാവോ മോളെ, സൂപ്പറാ ഉമ്മ, എന്നാ ഇനി ഉമ്മ റീലെടുക്ക്, ഞാൻ ആടാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാര്യമാര് നല്ലവരാകണം. നമ്മുടെ മക്കൾ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം ആണുങ്ങളെക്കാൾ ദീൻ പഠിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം സമയമുണ്ടെങ്കിൽ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആള് നമ്മുടെ ഭാര്യ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇനി താത്താമാര് ഇത്രയും നേരം അങ്ങ് മുകളിൽ കയറിയില്ലേ, ഇപ്പൊ അങ്ങ് മുകളിൽ നിൽക്കല്ലേ. ഇനി നിനക്ക് പോകണമെങ്കിലോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന് ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ആ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ,
ആയിഷ ബീബി നബി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ. പടച്ചവനെ അങ്ങനെ വലിയ യാത്രയാണ്. സഞ്ചരിച്ചു വരുമ്പോ പല ആവശ്യങ്ങളാണ്, അതുകൊണ്ട് എല്ലാവരും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. അവസാനം ആയിഷ ബീബി തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് നബി തങ്ങൾ കണ്ടു, സഹാബത്തിൽ പലരും കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ ആണുങ്ങൾ മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ലെന്ന്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. റബ്ബേ, ആയിഷ ബീബി നോക്കി നബി തങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാ, ആയിഷ ബീബി നോക്കുമ്പോ നബി തങ്ങളെ കാണുന്നില്ല, സഹാബത്തിനെയും കാണുന്നില്ല. അവസാനം ആയിഷ ബീബി ചിന്തിച്ചു, പടച്ചവനെ ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാ. അങ്ങനെ ആരോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആരും കണ്ടില്ലടോ, ഒരാളും കണ്ടില്ല. എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ ബീബി കേറുന്നത് കണ്ടത് കൊണ്ട് പിന്നെ ആരുമുണ്ടോ എന്ന് നോക്കിയില്ല. അങ്ങനെ യാത്ര തുടരുകയാണ്. പടച്ചവനെ കുറെ സമയം കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായി തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പോയിരിക്കുകയാ. നബിതങ്ങളും സ്വഹാബത്തും പോയി, ആരെയും കാണുന്നില്ല. ആയിഷ ബീബി അല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി വഴിയോരത്തിരുന്ന് കരയുകയാ. ചെറിയ പ്രായമാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കുതിരപ്പുറത്തു വരികയാ. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്തെന്നറിയുവോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ടുവരാൻ നബി തങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ്. ആ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. മുത്തുനബിയുടെ ഭാര്യ ആയിഷയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷയോ? ഉമ്മാ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, അവിടെ ഇരുന്ന് കരയില്ലേ ഉമ്മ. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചാടിയിറങ്ങുകയാണ്. കേറുമ്മ, ഞാൻ നടക്കാം ഉമ്മ, ഈ വഴി വാഹനത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാം ഉമ്മ. ഉമ്മ ഇതിന്റെ മുകളിലേക്ക് കേറ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം വേറെ ഒരു വഴിയില്ലാതെ അതിന്റെ മുകളിൽ കേറുകയാണ്. പടച്ചവനെ, നബി തങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ചു. അപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. വലിയ വിഷയമായി. എല്ലാവരും ഒരുമിച്ച് കൂടി. നബി തങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. പടച്ചവനെ, വലിയ പ്രശ്നമായടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് സഫ്വാൻ നടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുതിരപ്പുറത്തിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു. ആയിഷ ബീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ പോകുമ്പോ അല്ലാഹുവേ, മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവന് നബി തങ്ങളെ ഇഷ്ടമല്ല, നബി തങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല, സഹാബത്തിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ്. മുസ്ലിമീങ്ങളോട് അവന് വല്ലാത്ത വൈരാഗ്യമാണ്. അവനാണ് പറയുന്നത്, രണ്ടുപേരും ചെറിയ പ്രായമാണല്ലോ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. മഅദല്ലാഹ്, ആയിഷ ബീബിയെ
വ്യഭിചാര ആരോപണം തുടങ്ങുകയാണ്. റബ്ബേ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നടോ. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, പടച്ചവരെ ശത്രുക്കളല്ല, നബി തങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അത് കാരണം പലരും വിശ്വസിച്ചടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ചയായി, ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബി തങ്ങൾക്ക് സങ്കടമായി, അല്ലാഹുവിന്റെ റസൂൽ സങ്കടമായി. പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ലടോ. അവസാനം കേട്ട് നബിതങ്ങളും അടുത്തടോ. അല്ലാഹുവിന്റെ റസൂലിന് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. നിങ്ങൾ ഒഴിഞ്ഞും തെളിഞ്ഞും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എനിക്കെന്റെ ആയിഷയെ അറിയാ സഹാബ, എനിക്കെന്റെ ആയിഷയെ അറിയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? لكن والله ما علمت على أهلي إلا خيرا. നബി തങ്ങൾ പറയുകയാണ്, എന്റെ ആയിഷാനെ എനിക്കറിയാം. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്, അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഇന്നു വരെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു മോശമായ കാര്യം എന്റെ ആയിഷ ചെയ്യുന്നത്, എന്റെ ആയിഷ ചെയ്യുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ എനിക്കറിയാം. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷ നല്ലവളാണ്, എന്റെ ആയിഷ നല്ലവളാണ്, എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ. എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴ്ച കേൾക്കാമെന്ന സഹോദരിമാരെ, നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന്? ഉസ്താദേ, എന്റെ ഭാര്യ സ്വാലിഹത്താ ഉസ്താദേ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ ഉസ്താദേ. എന്റെ റബ്ബെനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ. ഇതുപോലെ ഒരു സ്വാലിഹത്തായ ഭാര്യ എന്റെ റബ്ബെനിക്ക് തന്നല്ലോ എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ പെങ്ങള്? 101% നിനക്കറിയാമില്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാലും, അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവരെ, ഇവള് നല്ലവളാണ്, ഇവള് നല്ലവളാണ്, എന്നെ നന്നാക്കിയവൾ ഇവളാ പടച്ചവര്, എന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ ഇവളാണ് കാരണം. ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിനോട് പറഞ്ഞു നിനക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് തോന്നുന്നുണ്ടോ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സ്നേഹമുണ്ടാകണം സഹോദരാ, വിശ്വാസമുണ്ടാകണം സഹോദരാ. ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി, നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു, നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാൻ പോയി, ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരിക്കെട്ടി പോകാൻ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ? 20 കൊല്ലം നിന്റെ കൂടെ കടന്നവളല്ലേ, 20 വർഷം നിന്റെ കൂടെ ജീവിച്ചവളല്ലേ, എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി, പൊക്കോ വാരിക്കെട്ടി പൊക്കോ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാനാ പറയാ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും പറഞ്ഞപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയോ? ഇന്നങ്ങനെ പറയത്തില്ല. സ്നേഹമില്ലല്ലോ, ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും. 2 മനസ്സാടോ? 2 മനസ്സാ, സ്നേഹമില്ല. നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് പോലും അറിയത്തില്ലല്ലോ.
കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് പോലും അറിയില്ല. പെണ്ണ് കിട്ടിയിട്ട് 30 കൊല്ലമായി അല്ലേ? കുടുംബജീവിതത്തിന്റെ വില നിനക്കറിയോ? എടോ, നബിതങ്ങൾ പറയാ, ഇന്ന് വഴുത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. നിന്റെ വീടെത്താറായി, ഇടവഴിയിലൂടെ പോവാ, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നീ ഒന്ന് പിടിച്ചു, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാ മതി. പിടിക്കോ? ഏത് ഭർത്താവാ? പടച്ചവനെ, ഭാര്യ പുറകില് ഭർത്താവ് മുമ്പിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരിക, ഒരുമിച്ച് വരൂല. ഭാര്യയുടെ കയ്യിൽ പിടിക്കണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളേ? ആരാ പിടിക്കുക? പിന്നെ നിങ്ങൾ ചോദിക്കും, എന്താ ഉസ്താദ് എന്തിനാ ഇടവഴി ചെല്ലുമ്പോ പിടിക്കാൻ പറഞ്ഞേ? ഇടവഴി ചെല്ലുമ്പോ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ. കാരണം ഈ ടൗണിൽ കൂടെ മലക്കിരിക്കുന്ന പോലെ ഭർത്താവിന്റെ തലയിൽ ഇരുന്നിട്ട് ബൈക്കിൽ പോകും കെട്ടിപ്പിടിച്ചിട്ട്. അത് ചുമ്മാതെ അഭിനയോടാ, അത് വെറും അഭിനയം, അത് നാട്ടുകാരെ കാണിക്കുന്ന ഷോ, അത് വേറെ. ആത്മാർത്ഥ സ്നേഹം, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി, രണ്ടുപേരുടെയും പാപം പൊറുക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കുമാറാകട്ടെ. ചിരിക്കാറുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി? ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ചിരിക്കാറുണ്ടോ താത്ത? കാടന്തല് കുത്തിയത് പോലെ അല്ലേ? സംസാരിക്കാറുണ്ടോ? ഭർത്താവേ, നിന്റെ ഭാര്യ എടുത്ത് നീ സംസാരിക്കാറുണ്ടോ? അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോ ആമിന സുഖമാണോടി, ഇക്ക സുഖമാണോ, അയ്യോ എന്തൊരു വിശേഷം അന്വേഷിക്കല. സ്വന്തം പെണ്ണുമ്പിള്ളയെ കാണുമ്പോ അല്ലാഹു അലം, പടച്ചവൻ നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ നടക്ക, സ്നേഹവും ഇല്ല, ഒന്നുമില്ല, സ്നേഹമില്ലട. ഒരു പുതപ്പിന്റെ കീഴിൽ കിടന്നിട്ട് രണ്ട് മനസ്സാ, പറ്റിക്കലും വഞ്ചിക്കലും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചതിയും വഞ്ചനയായിട്ട് ഇങ്ങനെ നടക്ക. എല്ലാ അഭിനയം, സിനിമയിലൊക്കെ അഭിനയിച്ച് അവാർഡ് കിട്ടും. അങ്ങനത്തെ അഭിനയ വെല്ലുന്ന രീതിയിലാ ഭർത്താവും ഭാര്യയില്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയും, നീ പൊക്കോളാൻ, രക്ഷപ്പെട്ടോളാൻ, ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളാൻ. എന്തു നല്ല ഭർത്താവ് ഇല്ലേ? നീ ആരാ? നിന്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ? ഇവിടെ കയ്യിൽ ഫോണില്ലേ? ഞാൻ ചോദിക്കട്ടെ, കയ്യിൽ ഫോണില്ലേ? ലോക്കിടാതെ ഈ ഫോണ് കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ ധൈര്യമുണ്ടോ? ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ ഓരോന്നിന്റെ ഫോണില്. ആമിനാത്ത, നിന്റെ ഫോണ് തുറക്കണമെങ്കിൽ എത്ര ലോക്കാ? നിന്റെ മുഖം തന്നെ നോക്കണം, ഫിംഗർ പ്രിന്റ് വേണം, എങ്കിലേ തുറക്കത്തുള്ളൂ. ഗാലറി കയറണമെങ്കിൽ അടുത്ത ലോക്ക്. ഞാൻ ഒരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള വാപ്പ, നിങ്ങളിപ്പോൾ ഇറക്കി വിട്ട മനുഷ്യനെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഒരു പ്രായമുള്ള വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുക്കണ ലോക്ക് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് തെള്ളിപ്പോയിടോ. ആ മനുഷ്യൻ സാധാരണ നമ്മൾ എല്ലും എമ്മൊക്കെ ഇടും, ഇയാള് ഒരു വല്ലാത്ത ഇസഡ് പോലെ തുറണ, ഇങ്ങനെ വല്ലാത്തൊരു ലോക്ക, അങ്ങനത്തെ ലോക്ക. ഇല്ലേ? എന്തിനാ കാക്ക ഈ ലോക്ക്? എന്തിനാ ഇത്ര ലോക്ക്? ഭാര്യ ചോദിക്കുക, നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കണം? നിങ്ങൾക്ക് സംശയരോഗമാണ് അല്ലേ? ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം, നീ എന്തിനാ? ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്ക് എടുക്കാൻ പാടില്ല. ചോദിച്ചാ പറയും, ഓക്ക് സംശയരോഗമാണ്, എപ്പോ നോക്കിയാലും പരിശോധന ഇല്ലേ? ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കത്തുമില്ല, ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല. രണ്ടുപേരും ഇന്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുക, സർവ്വലോക്ക്. അതിനേക്കാളും വലിയ ലോക്കൊന്നുമില്ല. ഭർത്താവ് നല്ല മനുഷ്യനാ, കക്കൂസി പോകുമ്പോഴും അതുകൊണ്ടാ പോണേ, വെക്കത്തില്ല. ഒരിക്കൽ കുടുംബ വഴക്ക് തീർക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ വാക്ക, ഇയാളുടെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നത്. എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന എന്താ, ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണത്. റബ്ബേ, അത്രയ്ക്കും സ്നേഹവാദിനെ. അതാ അവസ്ഥ. എന്തേ സഹോദര, ഇടം മറച്ചു വെക്കാൻ ഉള്ളത് കൊണ്ടല്ലേ നീ ഒളിച്ചും പാത്തും കൊണ്ട് നടക്കുന്നേ? നീ എന്തിനാ ഈ ലോക്കൊക്കെ ഇടുന്ന? എന്തിനാ? കുറെ കാലം നിങ്ങൾ പറഞ്ഞു, ഉസ്താദെ അത് മക്കളെടുത്ത് ഗെയിം കളിക്കും, അതുകൊണ്ടാ. കുറെ കാലം കൊറോണയ്ക്ക് മുമ്പ് അത് പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥമുണ്ട്. ഉസ്താദെ കുട്ടികളെടുത്ത് ഗെയിം കളിക്കും, അതുകൊണ്ടാണ് ഞാൻ ലോക്ക്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? അമ്മര് തലകണയിൽ എത്രയുള്ള ടാബും കൊണ്ടല്ലേ നടക്കണേ? വാപ്പാടെ കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല ഫോണ് മക്കളെടുത്തില്ലേ? നിന്റെ ഫോൺ എന്തിനാ? അപ്പൊ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ. എടാ, നിന്റെ ലോക്ക് നിന്റെ ഭാര്യ അറിയട്ടെ. എന്റെ ഫോണിൽ ലോക്കുണ്ട്, എന്റെ പെണ്ണുമ്പിള്ളക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരുടെയും ലോക്ക് ഒന്നാ. രണ്ടുപേരുടെയും ഫോണിന്റെ ലോക്ക് എന്റെ മക്കൾക്കും അറിയാം. പേടിക്കാവൊന്നുമില്ല. അതിനകത്ത് ഭാര്യ വിളിക്കാതിരിക്കുന്നത് എടുത്തിട്ടെ.
അങ്ങനെ ഉണ്ടാകുമ്പോഴാണോ വിശ്വാസം ഉണ്ടാകുന്നത്. ഈ മറച്ചു ഒളിയും കള്ളത്തരൊക്കെ എന്തിനാ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, മോട്ടിച്ച് തിന്നുന്നവൻ അങ്ങനെ തന്നെ നടക്കും. അത് ഉദാഹരണം നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ ഒരു പഴം, ഒരു മാമ്പഴം എടുത്തു തന്നു, എന്നാ തിന്ന്. അതിനൊരു ടേസ്റ്റ് ഇല്ലടോ. എന്നാൽ വല്ലവന്റെ മാവിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരെണ്ണം എടുത്തിരുന്ന് നോക്കിയാൽ വല്ലാത്ത ടേസ്റ്റ് അതിന്. എടാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കത്തില്ല. മോട്ടിച്ച് തിന്നുന്നവൻ, ഒളിച്ച് നടന്നവൻ, പറ്റിച്ചവൻ, അവൻ എങ്ങനാണെങ്കിലും പറ്റിക്കുക തന്നെ ചെയ്യും. നല്ലവൻ അവൻ ജീവിക്കേണ്ടതുപോലെ നല്ലതൊരു ജീവിക്കും. നീ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നല്ലവനാണെങ്കിൽ നീ പേടിക്കണ്ട, നിന്റെ പെണ്ണുമ്പിള്ള നിന്നെ തേക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ നല്ലവനല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുന്ന അഭിനയമൊക്കെ നിർത്ത്. സ്നേഹമൊന്നുമില്ല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ? ഒറ്റ ഉദാഹരണം ഞാൻ നിർത്താം. സഹോദരിമാര് പറയുന്നത് എൻ്റെ ഇക്ക എന്ന് പറഞ്ഞ ജീവനാ നിനക്ക്, ഇല്ലേ? ഏയ്, ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്കുക, കുട്ടികളുടെ വാപ്പാന്നൊക്കെ വിളിക്കുമല്ലോ. നിന്റെ ഭർത്താവില്ലാതെ ഉറങ്ങാൻ പോലും നിനക്ക് പറ്റത്തില്ലെന്നല്ലേ പറയുന്നേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നീ മരിച്ചെന്ന് കരുതുക. അള്ളാഹു നിനക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ. നിങ്ങൾ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 10, 15 അല്ലെങ്കിൽ 10, 25 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് നിന്റെ ഭർത്താവിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്നിട്ട് പറയും, അളിയാ, പടച്ചറബിൻ്റെ തീരുമാനം, ഓള് പോയി, അള്ളാഹു സ്വർഗമൊക്കെ കൊടുക്കട്ടെ, മക്കളൊക്കെ ഇല്ലേ, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, ഒരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. നിന്റെ ഭർത്താവിനോടാ ചോദിക്കുന്നത്. 10-25 ദിവസമേ ആയുള്ളൂ. നിന്റെ ഇക്കാനോട് ചോദിക്കുന്നു, ഒരു നല്ല പെണ്ണുണ്ട്, വലിയ വയസ്സൊന്നുമില്ല, മക്കളൊന്നുമില്ല, ആലോചിക്കട്ടെ. എന്താ മറുപടി? നിന്റെ ഭർത്താവ് പറയും, ഞാൻ പറഞ്ഞുതരാം മറുപടി. 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാർ വല്ലതും പറയും. അധികം പേരും പറയുന്ന മറുപടി 40 കഴിയട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ, ചിലത് 40 പോലും നിൽക്കത്തില്ല, അത് വേറെ. 40 കഴിയട്ടെ, നാട്ടുകാർ വല്ലതും പറയൂടാ, നാണം കെടുത്തും, ഒന്ന് ക്ഷമിക്ക്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ അവസ്ഥ. ഇനി നിങ്ങൾ മരിച്ചെന്ന് കരുത്, 4 മാസവും 10 ദിവസവും പെണ്ണ് ഇരിക്കണം. ആരായിരിക്കണേ? CC അടഞ്ഞ് തീരാറായ ഉമ്മാമ. ഇന്ന് ഇരിക്കുന്ന പെണ്ണുങ്ങൾ അധികം പേരും പ്രായമുള്ളവരായിരിക്കുക. ഇവരാ 40 ദിവസം ബദർ യുദ്ധം നടത്തുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ചു പിടിച്ചിരിക്കും, പിന്നെ പുറത്തിയാടും. പോലും ഇരിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾ തയ്യാറാകുന്നില്ല. അതൊക്കെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? സ്നേഹമില്ലാത്തത് കൊണ്ട്. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവ് മരിച്ചു, ചെറുപ്പത്തിലാ മരിച്ച, കല്യാണം കഴിക്കാൻ പ്രായമുണ്ട്, കല്യാണം കഴിക്കില്ല. എൻ്റെ ഇക്ക മരിക്കുന്നവരെ ജീവിക്കും. തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യയുടെ കണ്ണ് നിറയോടോ. ഓൾ എന്താണെന്നറിയില്ല, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ കരയും. അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ഭാര്യമാരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.